മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് അപ്പവും പാലപ്പവും. അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ പലവിധ കോമ്പിനേഷൻ കറികളുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. പാലപ്പം ഉണ്ടാക്കാനായി 250 ml കപ്പിന് 2 കപ്പ് അരി എടുക്കാം. ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാ തിരുമ്മിയതൂടെ ചേർക്കാം. അപ്പത്തിന് അരയ്ക്കാൻ ഒത്തിരി വിളഞ്ഞ തേങ്ങയെക്കാട്ടിലും നല്ലത് പച്ച തേങ്ങയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറ് കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ അപ്പത്തിന് ചെറിയൊരു മധുരവും അപ്പത്തിൻ്റെ സൈഡ് മൊരിഞ്ഞ് ഒരു കളർ വരികയും ചെയ്യും. അടുത്തതായി 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർക്കാം. പിന്നെ ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകരുത്. അരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി സ്പൂൺ വെച്ച് അരിയെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പോലെ നന്നായിട്ട് ഒതുക്കി കൊടുക്കാം. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. ഇനിയും 6 മണിക്കൂർ കുതിരാനായി വെക്കാം. ഇത് വൈകിട്ട് അപ്പം ഉണ്ടാക്കാനാണ്. രാവിലെ അപ്പം ഉണ്ടാക്കാനാണ് രാത്രി 10 മണിയാകുമ്പോൾ ഇതുപോലെ കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ ഇത് അടച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ചരുവം കമത്തി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുക്കറിനുള്ളിൽ ഇറക്കി വെക്കുകയോ അല്ലെങ്കിൽ ഓവനിലോ റൈസ് കുക്കറിലോ ഒക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ അരി കുതിരാൻ വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ചരുവത്തിലോട്ട് ഒഴിച്ചു വെക്കാം. ചരുവ് എടുക്കുമ്പോൾ കുറച്ച് വലിയ ചരുവ് എടുക്കണം. മാവ് പൊങ്ങി തൂങ്ങിപ്പോകരുത്. ഇനി ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയം വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മാവെല്ലാം ഒഴിച്ചു കഴിഞ്ഞ് പാത്രത്തിൻ്റെ ഒരു അരഭാഗത്തോളം പൊങ്ങി വരാനുള്ള സ്ഥലം വേണം. പാത്രം ചെറുതാ പൊങ്ങിപ്പോകുമോ എന്നൊക്കെ ഡൗട്ട് തോന്നിക്കഴിഞ്ഞ ഉടൻ തന്നെ അടിയിൽ വലിയൊരു പ്ലേറ്റോ പാത്രമോ എല്ലാം വെക്കണം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. മാവ് കോരി ഒഴിക്കുമ്പോൾ ഇതുപോലൊരു പരുവത്തിലായിരിക്കണം. നല്ല ചൂടൊക്കെയുള്ള കാലാവസ്ഥയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വരും. ഇനി ഇത് അടച്ചു വെക്കാം. നേരത്തെ ഇതിൻ്റെ മുകളിൽ കമത്തിയിട്ട ചരുവ് ഒന്നുകൂടെ ഇതിൻ്റെ മുകളിൽ കമത്തിയിടുന്നുണ്ട്. ഇപ്പോൾ അരി അരച്ചു വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അരമണിക്കൂറൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പതഞ്ഞ് പൊങ്ങി വരും. ഇതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അധികം ഇളക്കി ഇതിൽ ബബിൾസ് ഒക്കെ പൊട്ടിച്ച് കളയാതെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. പാലപ്പ പാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം വേണം മാവ് കോരി ഒഴിക്കാൻ. പാത്രത്തിന് ചൂട് അധികമായി കഴിഞ്ഞാൽ ഇതുപോലെ ചുറ്റിക്കുമ്പോൾ എല്ലാം കൂടി ഉരുണ്ട് കൂടി ഇങ്ങ് വരും. ഇങ്ങനെ ചുറ്റിച്ച് ബബിൾസ് വന്നു കഴിഞ്ഞാൽ അടപ്പ് വെച്ച് അടയ്ക്കാം. 1-2 മിനിറ്റുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം ചെറുതായി മുരിഞ്ഞ് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി എടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിന് തലേന്ന് രാത്രിയിലെ അരച്ച് വെച്ച് നേരം വെളുത്ത് അപ്പം ഉണ്ടാക്കാൻ എടുക്കുമ്പോഴേക്കും മാവ് പൊങ്ങിയിട്ട് ഒന്ന് താണിട്ടുണ്ടാവും. അല്ലെങ്കിൽ തവി ഇടുമ്പോൾ ടപ്പേന്ന് പറഞ്ഞ് താഴോട്ടൊരു പോക്കായിരിക്കും. എനിക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരച്ചിട്ടുണ്ടാക്കുന്നത് ഇഷ്ടം. നിങ്ങൾക്കോ? നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ, കമൻറ്റ് ചെയ്യണേ. ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.